അതെ, നമ്മൾ ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല കോട്ടയം സ്റ്റൈലിൽ അടിപൊളി കല്യാണ മീൻകറി കിട്ടാറില്ലേ? എന്നാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കി നോക്കിയാലോ? എല്ലാവർക്കും മാഴ്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിതാ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഇതാ കുറച്ച് ഉലുവ, കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കശ്മീരി മുളക് പൊടിയും, ഞാനിതിൽ നോർമൽ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളിത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് കുടംപുളിയാണ് എടുക്കുന്നത്. അപ്പം ഞാനൊരു 2-3 കഷ്ണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ ഇതിൽ ചൂര മീനാണ് എടുത്തേക്കുന്നത്. ഇത് നെയ്മീൻ ചൂര, വെള്ളച്ചൂര എന്നൊക്കെ പറയും. അതാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തിയും നമ്മുടെ അയലയൊക്കെ വെക്കാം കേട്ടോ. ഇതേ സ്റ്റൈലിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ മീൻ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവേ. ഇപ്പോൾ ഏകദേശം ഒന്ന് കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ ഉലുവയും കൂടെ ഇട്ടൊന്ന് ഇളക്കി അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയൊരു രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ഈ സമയം നമ്മളിതാ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മിക്സ് എല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പേസ്റ്റും കൂടെ ഇടാം. മുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടിയുടെയൊക്കെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിക്ക് വരെ നമുക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. ബാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറി തന്നെയാണ്. അങ്ങനെ നമ്മളെ അരപ്പെല്ലാം ഒന്ന് ഇളക്കിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ആ കുടംപുളി കുതിർത്ത വെള്ളം ഉണ്ടല്ലോ അതുകൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അടച്ചൊന്നും വെക്കേണ്ട, അങ്ങനെ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ അരപ്പെല്ലാം നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ എല്ലാ മീൻ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ തവി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കേണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാവേ. പിന്നെ നമ്മുടെ ഈ മീൻ കറി ഉണ്ടല്ലോ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ചൂടാക്കി എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും ഇത് ഭയങ്കരമായിട്ട് ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്നും ഇതങ്ങനെ ചീത്തയാവത്തില്ല. അപ്പോൾ അത് ഒരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല രീതിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. നമുക്കുണ്ടല്ലോ ഈ സമയം ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഈ ചട്ടി നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഈ മുളകും ഉപ്പും എല്ലാ ഭാഗത്തും ഒന്ന് ആയി കിട്ടും. ഇനി നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് ഉപ്പ് കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഇനി ഉപ്പോ ഒന്നും ചേർക്കേണ്ട. അപ്പം നമുക്കിനി ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. മീനിൻ്റെ കഷ്ണങ്ങൾ നല്ലോണം ഒന്ന് വെന്തം വരണം, ഒന്ന് മീനൊന്ന് കുറുകിയും കിട്ടണം കേട്ടോ. അപ്പോൾ അത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി അത്യാവശ്യം കുറുകി മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും വിതറി കൊടുത്ത് 1 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മീൻ കറിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് കറക്കി കൊടുക്കണം. കറക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയും ഈ ഉലുവപ്പൊടിയൊക്കെ ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തിലേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളിത് അതിനെ അടച്ചു വയ്ക്കുവാണ് കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോഴത്തേക്കും മുളകൊക്കെ നല്ലോണം പിടിച്ച് ആ കറിയുടെ കളറും മാറിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള കോട്ടയം സ്റ്റൈൽ കല്യാണ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ നമ്മൾ ചോറിൻ്റെ കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒഴിക്കപ്പോൾ തന്നെ ഉണ്ടല്ലോ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്